ഇപ്പൊ സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പൂച്ചക്കുട്ടികൾക്കൊക്കെ മീനൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തു. അപ്പൊ നമ്മുടെ പട്ടിക്കുട്ടിനെ ആ സമയത്തൊന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ആളിവിടെ എത്തും. അപ്പൊ ഭാവേട്ടൻ ബ്രെഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ ബ്രെഡൊന്നും നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കണോണ്ട് പ്രശ്നമില്ല. പക്ഷെ മീൻ കൂട്ടിയിട്ട് ചോറ് കൊടുക്കുന്നത് പൂച്ചക്കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതേപോലെ ഇങ്ങനെ അകത്തേക്ക് കയറ്റിയിട്ട് ചോറ് കൊടുക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പീക്കിരിക്കുട്ടനൊക്കെ മിരട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ബബിളിക്കുട്ടനെയും പീക്കിരിക്കുട്ടനെയൊക്കെ എടുത്തിട്ട് കൂട്ടിലിട്ടു. ചമ്പിക്കുട്ടീനെ അങ്ങോട്ട് പിടിച്ചു മാറ്റിട്ടോ. അപ്പൊ നമ്മുടെ പട്ടിക്കുട്ടൻ നല്ല സമാധാനത്തോടു കൂടി ചോറുണ്ണാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് കാണാത്തപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ വലിയിരിക്കും വിചാരിച്ചിട്ടോ. പക്ഷെ ആൾക്ക് സമയമൊക്കെ അറിയാം. എന്താന്ന് ഇത്ര നേരത്തെ എന്നാണ് കേട്ടോ എന്നോട് ചോദിക്കുന്നത്. സാധാരണ ഞാൻ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചത്തെ ചോറൊക്കെ കൊടുക്കാറ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് കൈയോടെ കൊടുത്തു. അപ്പൊ ഇതാ ആ ചോറൊക്കെ ഉണ്ടിട്ട് ആള് സ്ഥലം വിട്ടു കേട്ടോ. അപ്പൊ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അവിടെ മതിലിന്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഞാൻ അതിന് മുമ്പ് തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേവിച്ചിട്ട് ചോറായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കാറ്റ് ഫുഡ് കൊടുക്കും, പാല് കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ പണികൾക്ക് എൻ്റെ കുളിക്കലും അങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഒരു 9 മണി കഴിഞ്ഞാൽ ഇവർ തുടങ്ങും കേട്ടോ. ഇവർക്കാണ് സമയം, എന്നേക്കാൾ അങ്ങോട്ട് കൃത്യനിഷ്ഠയാണ് ഇവർക്ക് കേട്ടോ. എന്താ സമയമായി തന്നൂടെ, എപ്പോഴായാലും തരണ്ടേ, പിന്നെ എന്താ ഇത്തിരി നേരത്തെ തന്നെ എന്താ കുഴപ്പം എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കണത്. ഈ കഴിച്ച ഭക്ഷണം ദഹിക്കൊന്നും വേണ്ടേ. അപ്പൊ ഇതാ ബൊമ്മിക്കുട്ടിയും നമ്മുടെ കുറിഞ്ഞിക്ക് അനാഥ ബാലികരെ പോലെ അവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അവർക്ക് വേറെ കൊടുത്താൽ മാത്രമാണ് കേട്ടോ അവർ കഴിക്കുള്ളൂ. അല്ലാതെ ബബിളുകുട്ടൻ്റെയും പീക്കിരിയുടെയും ചമ്പിക്കുട്ടിയുടെയും കൂടെ ഒന്നും പോയിട്ട് കഴിക്കില്ല. അപ്പൊ ബൊമ്മിക്കുട്ടി വന്നിട്ട് ഇതാ പാത്രത്തിൽ നിന്നത് ചോറുണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുറിഞ്ഞി അവിടെ ഒരു മീനിന്റെ ഒരു തല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് അവിടെ നിന്ന് അവൾ വരാത്തത്. അവൾക്ക് ഈ പച്ചമീൻ കഴിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു. ഇതാ നമ്മുടെ ബൊമ്മിക്കുട്ടി ഇതാ ചട്ടീന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ അവർക്കുള്ള ചോറ് തന്നെയാണ് കേട്ടോ അത്. അപ്പം അത് പ്ലേറ്റിലാക്കിയിട്ട് ഇവിടെ വർക്കേരിയയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു കേട്ടോ. എപ്പോഴും ബൊമ്മിക്കുട്ടിയും കുറിഞ്ഞി വർക്കേരിയയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഊണ് കഴിക്കുക. വേറെ ഒന്നുമില്ല. വേറെ ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർ ഉണ്ണുന്ന ചോറ് അവർക്ക് കൊടുത്തിട്ട് പോവും. എന്നിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരൊറ്റ നിൽപ്പാണ് കേട്ടോ. വേറെ ചോറ് തരാൻ പറയും കേട്ടോ. ചില സമയത്ത് ചോറ് കഴിക്കില്ല, മീൻ മാത്രമാണ് കേട്ടോ കഴിക്കുള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഉറക്കം കണ്ടു. അപ്പോൾ എവിടെ ഉറങ്ങണമെന്ന് അറിയോ, വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കഴുകുമ്പോൾ വണ്ടിയിലത്തെ മാറ്റ് എടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്. അവർക്ക് ബഹു സന്തോഷം. അതിലിങ്ങനെ മാന്താനൊക്കെ നല്ല സുഖമാണല്ലോ. അപ്പം അതിലൊക്കെ മാന്തി കളിച്ചിട്ട് അതിന് ശേഷം ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ബൊമ്മിക്കുട്ടി ഇവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ ബൊമ്മിക്കുട്ടിക്ക് ഒരു സ്വൈര്യം കൊടുക്കില്ല കേട്ടോ. എന്താണെന്നറിയോ, ഇവരുടെ എല്ലാ കളിയും ചിരിയും ബൊമ്മിക്കുട്ടി അടുത്ത് മാത്രമേ നടക്കുള്ളൂ. കാരണം ബൊമ്മിക്കുട്ടി മാന്തുകയോ കടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന് തരും. അപ്പൊ ചേച്ചി തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ബൊമ്മിക്കുട്ടി ഇതാ ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുറിഞ്ഞി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടികളുടെ എല്ലാ പരിപാടികളും അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഞാൻ ഇത്തിരി കഴിക്കട്ടെ കേട്ടോ.